എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് എൻ്റെ തേനീച്ചയ്ക്ക് എങ്ങനെയാണ് ഫീഡ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അതിനാവശ്യമായ ബോട്ടിലാണ് നിങ്ങൾ ഈ കാണുന്നത്. അതിൻ്റെ ഈ മുകൾ ഭാഗത്തായിട്ട് പിന്നുപയോഗിച്ച് ഞാൻ ചെറിയ ചെറിയ ഹോളുകൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ കഴിയും എന്ന് ഞാൻ കരുതുന്നു. എനിക്ക് 5 തേനീച്ച കൂടുകളാണുള്ളത്. അതിനുവേണ്ടി നമ്മളിവിടെ 5 ബോട്ടിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനാവശ്യമായിട്ട് 1 കിലോ പഞ്ചസാരയും 1 ലിറ്റർ വെള്ളവുമാണ് അതിനാവശ്യമായിട്ടുള്ള സാധനം നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരു ലിറ്റർ വെള്ളമാണ്, കിണർ വെള്ളമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. പൈപ്പിലെ വെള്ളം ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ പൈപ്പ് വെള്ളം ഉപയോഗിക്കുന്നവർ തിളപ്പിച്ച് തണുപ്പിച്ച് വേണം അത് മിക്സ് ചെയ്യാൻ എടുക്കേണ്ടത്. നമുക്ക് ഈ പഞ്ചസാരയും ഈ 1 ലിറ്റർ വെള്ളവുമായിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കണം. ഈ മിക്സ് ചെയ്തെടുക്കാൻ ഇത്തിരി സമയമെടുക്കും. നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കണം. ഇതിന് ആഴ്ചയിൽ 1 ദിവസമാണ് ഞാൻ ഫീഡ് ചെയ്യുന്നത്. ഈ തേനീച്ചയുടെ ഈ ക്ഷാമകാലമാണ് ഈ സമയം. ഏകദേശം ഡിസംബർ അവസാനമായി നമുക്ക് ഈ ആഴ്ചയും കൂടി ഫീഡ് ചെയ്താൽ മതിയാകും എന്നാണ് തോന്നുന്നത്. കാരണം നമുക്ക് ഇനി വരുന്നത് എല്ലാം തേനിൻ്റെയൊക്കെ ഒരു സമയമാണ്. അതുകൊണ്ട് ഈ ആഴ്ചയോടുകൂടി ഫീഡ് ചെയ്യുന്നത് നിർത്താൻ പറ്റും എന്നാണ് കരുതുന്നത്. എന്തായാലും ഞായറാഴ്ച ദിവസമാണ് ഞാൻ എൻ്റെ തേനീച്ചയ്ക്ക് ഫീഡ് ചെയ്യുന്നത്. ഈ പഞ്ചസാരയും വെള്ളവുമായിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കണം. നല്ലവണ്ണം മിക്സ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിൻ്റേതായ ശരിയായ ഒരു രീതിയിൽ നമുക്കതിന് കൊടുക്കാൻ കഴിയുള്ളൂ. ഈ ബോട്ടിലിന് നമുക്ക് 7 രൂപയാണ് ആയിട്ടുള്ളത്. ഞാൻ ഉപയോഗിക്കുന്നത് ഈ ബോട്ടിലാണ് കൊടുക്കുന്നത്. ഈ ബോട്ടിൽ കൊടുക്കുമ്പോഴാണെങ്കിൽ നമുക്ക് തേനീച്ചയൊന്നും നഷ്ടപ്പെടില്ല. കാരണം ബാക്കി ചെറിയ ബൗളായാലും ഫീഡ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ബൗളൊക്കെ വയ്ക്കുമ്പോൾ നമ്മുടെ ഈച്ച അതിൽ വീണ് ഈ പഞ്ചസാര ലായനിയിൽ വീണ് നമുക്കത് ഒരുപാട് നഷ്ടങ്ങൾ, നമ്മൾ തേനീച്ച ചത്തു പോകുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഈ ബോട്ടിലാണ്. നല്ലവണ്ണം മിക്സായ ഈ പഞ്ചസാര ലായനി നമുക്ക് ഈ 5 ബോട്ടിലിൽ തുല്യമായിട്ട് വീഴ്ത്തിയെടുക്കാം. വീഴ്ത്തിയെടുത്തതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഒരു തേനീച്ച കൂട്ടിൽ ഈ ഫീഡ് വയ്ക്കുന്നതും കൂടെ ഈ വീഡിയോയിലൂടെ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. ഒരാഴ്ച ഇപ്പം ഞാൻ ഈ ബോട്ടിൽ ഏകദേശം വയ്ക്കുന്നത് 1-2 ദിവസം കൊണ്ട് ഈച്ചകൾ, നമ്മുടെ തേനീച്ചകൾ അത്രയും ഇത് കുടിച്ച് തീർക്കുന്നതാണ്. 2 ദിവസം കഴിയുമ്പോൾ ഞാൻ പോയി ഈ ബോട്ടിൽ തിരിച്ചെടുക്കും. എടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അത് പിന്നീട് നമ്മൾ അടുത്ത ആഴ്ച ഇതൊന്ന് ക്ലീൻ ചെയ്യാനായിട്ട് പോകും. എല്ലാ ആഴ്ചയും നമ്മൾ കൂട് തുറന്നത് നോക്കും. എന്താണ് അതിലുള്ള മാറ്റങ്ങൾ എന്താണെന്ന് നമ്മൾ നോക്കാറുണ്ട്. സാധാരണ എല്ലാവർക്കും തേനീച്ചയെ പേടിയാണ്. പക്ഷേ ഇപ്പോഴുള്ള എല്ലാവർക്കും അങ്ങനെ പേടിയൊന്നുമില്ല. എല്ലാവരും ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ 5 ബോട്ടിലും വീത്തി കഴിഞ്ഞു. നമുക്കിത് അടച്ചെടുക്കാം. ഈ ബോട്ടിലിന് 2 അടപ്പുകളുണ്ട്. രണ്ടും നന്നായിട്ട് അടച്ചെടുക്കണം. നല്ലതുപോലെ അടച്ചെടുക്കാം. അങ്ങനെ ഞാൻ ഇവിടെ 5 എണ്ണവും അടച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി തേനീച്ചക്കൂട്ടിലേക്ക് പോവാം. ഒരു തേനീച്ചക്കൂട്ടിൽ എങ്ങനെയാണ് വെക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ തേനീച്ചക്കൂടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അതിന് പതുക്കെ വേണം, വെപ്രാളപ്പെട്ടെടുക്കാൻ പാടില്ല. പതുക്കെ എടുക്കണം. തേനീച്ചയെ ഒരിക്കലും ഉപദ്രവിക്കുന്ന രീതിയിലാവരുത് നമ്മൾ കൂടുകൾ തുറക്കുന്നത്. പതുക്കെ തുറക്കുക. അവർക്ക് നമ്മൾ ഉപദ്രവിക്കുന്നു എന്ന് തോന്നുന്ന സമയത്ത് മാത്രമേ അത് നമ്മളെ ആക്രമിക്കുകയുള്ളൂ. സ്ഥിരമായിട്ട് ഈച്ചകളുമായിട്ട് കൈകാര്യം ചെയ്യുന്നവരെ ഈച്ചകൾക്ക് മനസ്സിലാവും. നമുക്കിനി ബോട്ടിൽ എടുത്തുകൊണ്ട് വന്ന് വയ്ക്കാം. ഇതെടുത്തുകൊണ്ട് വന്ന് നല്ലവണ്ണം കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ കമത്തിയെടുക്കുക. കമത്തിയെടുത്ത് അതിലോട്ടങ്ങ് വെച്ചാൽ മാത്രം മതി. ഈ അടിയിൽ നമ്മളിട്ട ആ ഹോളിൽ കൂടി ഈ
പഞ്ചസാര ലായനി അവിടെ വരും. അധികമായിട്ട് ഒലിച്ച് പോകത്തില്ല, അവിടെ അങ്ങനെ വരെയുള്ളൂ. അപ്പോൾ നമ്മുടെ ഈച്ചകൾ വന്ന് കൂട്ടത്തോടെ വന്ന് അതങ്ങ് കുടിച്ച് തീർക്കുകയാണ് ചെയ്യുന്നത്. കരിയില തൊഴിയുന്ന സമയമാണ്, ഉണക്ക ഇലയൊക്കെ വീഴുന്നുണ്ട്. പതുക്കെയാണ് വയ്ക്കുന്നത്, ഈച്ചകളൊന്നും ഇല്ലാതെ. വളരെ ലളിതമായ ഒരു പ്രവൃത്തിയാണിത്. വേറെ പാടൊന്നുമില്ല, നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല അങ്ങനെ വെച്ച് കൊടുക്കുന്നതിന്. പതുക്കെ അടച്ചു. അതിന് അടപ്പുണ്ട്. ഞാൻ അടപ്പായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് തെങ്ങിൻ്റെ ഓല മുടഞ്ഞതും ഒരു പ്ലാസ്റ്റിക്കുമായിട്ടാണ്. വെയിലൊക്കെ അടിക്കുമ്പോൾ അതിന് ചൂടേക്കാതിരിക്കാനാണ് ഞാൻ ഈ ഓല ഉപയോഗിക്കുന്നത്. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി.